വാഹനാപകടത്തിൽ മരിച്ച 5 മലയാളികളുടെ മൃതദേഹം ഇന്ന് കൊച്ചിയിലെത്തിക്കും. രാവിലെ 8:45 ഖത്തർ എയർവേസ് വിമാനത്തിലാണ് മൃതദേഹം എത്തിക്കുക. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് നോർക്ക റൂട്ട്സ് അധികൃതർ മൃതദേഹം ഏറ്റുവാങ്ങും. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, വലിയ ഞെട്ടലോടെയായിരുന്നു ഈ അപകട വാർത്ത നമ്മൾ അറിഞ്ഞത്. ദുഃഖകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് മൃതദേഹങ്ങൾ എത്തുന്നത്. എപ്പോഴാണ് എത്തുക? എന്തൊക്കെയാണ് വിവരങ്ങൾ? ജൂൺ 9-നായിരുന്നു കെനിയയിലെ ഖത്തറിൽ നിന്നും വിനോദയാത്രയ്ക്ക് കെനിയയിലേക്ക് പോയ വാഹനം അപകടത്തിൽപ്പെട്ട് 28 പേരായിരുന്നു അതിലുണ്ടായിരുന്നത്. അതിൽ പരിക്കേറ്റ 5 പേരും മരിച്ച 5 പേരും മലയാളികളാണ്. 20 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിൽ 28 പേരിൽ 20 പേരും മലയാളികളായിരുന്നു. ഇതിൽ 5 പേർ മരിച്ച 5 പേർ അവരുടെ മൃതദേഹമാണ് ഇന്ന് കൊച്ചിയിലേക്ക് വിമാനത്താവളത്തിൽ എത്തിക്കുക. മൂവാറ്റുപുഴ സ്വദേശിനി ജസ്ന, മകൾ റൂഹി മെഹറിൻ 1.5 വയസ്സ് മാത്രമേ ഉള്ളൂ. മാവേലിക്കര ചെറുകോൾ സ്വദേശി ഗീത ജോഷി, അതോടൊപ്പം തന്നെ പാലക്കാട് മണ്ണൂർ സ്വദേശി റിയ, മകൾ ടൈറ 8 വയസ്സുകാരി. അങ്ങനെ ഇവരുടെ 5 പേരുടെ മൃതദേഹമായിരിക്കും നാട്ടിലേക്ക് എത്തിക്കുക. ഇവർക്കൊപ്പം ബന്ധുക്കളും ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഖത്തറിൽ ഇവർ അവിടെ സെറ്റിൽഡ് ആയവരാണ് ഇവരെല്ലാവരും. അവിടെ നിന്നാണ് ഇങ്ങനെ വിനോദയാത്രയ്ക്ക് പോവുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തിരുന്നത്. എന്തായാലും അതീവ ദുഃഖകരമായിട്ടുള്ള സംഭവം തന്നെയായിരുന്നു. ഈ മരിച്ച റിയയുടെ ഭർത്താവ് ജോയലിനും മകനും ഇവർക്കൊപ്പം ഉണ്ടാകും. ഇവർക്കും പരിക്കേറ്റിരുന്നു. ഭർത്താവിന് തോളെല്ലിന് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. ഇയാളെ കൊച്ചിയിലെത്തിച്ച് നാട്ടിലേക്ക് എത്തിച്ച് അവിടെ വെച്ചായിരിക്കും ബാക്കി ശസ്ത്രക്രിയ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുക എന്നാണ് നമുക്ക് അറിയാനും സാധിക്കുന്നത്. എന്തായാലും അതീവ ദുഃഖകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. 8:45 വിമാനത്തിലായിരിക്കും അവരെ നാട്ടിലേക്ക് എത്തിക്കുക. അതിനുശേഷം ഈ കെനിയയിൽ നിന്നും ഖത്തറിലേക്ക് എത്തിച്ച് പിന്നീട് കൊച്ചിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളിലൊക്കെ ചില തടസ്സങ്ങൾ നേരിട്ടിരുന്നു. പക്ഷെ അതിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ആരോഗ്യ വകുപ്പും ഒക്കെ കൃത്യമായി ഇടപെട്ടത് കൊണ്ടാണ് ഇത്രയും വേഗം മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മൃതദേഹം നോർക്ക റൂട്ട്സിന്റെ ഭാരവാഹികളായിരിക്കും ഏറ്റുവാങ്ങുക. അതിനുശേഷം അവരവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഇതിൽ മരിച്ച മാവേലിക്കര സ്വദേശിയായിട്ടുള്ള ഗീതയുടെ മകൻ കൊച്ചിയിലാണ് താമസം. മൃതദേഹം മകൻ ഏറ്റുവാങ്ങിയതിന് ശേഷം ചൊവ്വാഴ്ചയായിരിക്കും സംസ്കാരം ഉണ്ടാകുക. അടുത്ത ബന്ധുക്കളും ഒക്കെ വരേണ്ടിയിരിക്കുന്നു. അവർ വന്നതിന് ശേഷം മാത്രമായിരിക്കും സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം മരിച്ച ജസ്ന പാലക്കാട് മണ്ണൂർ സ്വദേശിയാണ്. മണ്ണൂരിലെ ജസ്നയുടെ വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം ഭർത്താവിൻ്റെ വീടായ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും 8:45 വിമാനത്തിലായിരിക്കും മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുക. ശ്രീജ. ശരി, നവമിയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.